ഗേറ്റിന് മുന്നിൽ CPM സ്ഥാപിച്ച കൊടിമരം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാസങ്ങളായി ഓഫീസുകൾ മാറി മാറി കയറിയിറങ്ങിയവരാണ് ചേർത്തല മരുത്തൂർവട്ടം സ്വദേശി അഞ്ജലിയും കുടുംബവും. പരാതി പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടും ഒരു പരിഹാരവും ഉണ്ടായില്ല. 7 മാസമായി സാധനങ്ങൾ ഇറക്കാൻ കഴിയാതെ വീടിന്റെ നിർമ്മാണം കൂടി മുടങ്ങിയതോടെ അഞ്ജലിയും മറ്റ് ബന്ധുക്കളായ സ്ത്രീകളും ചേർന്ന് ആ കൊടിമരം സ്വയം അങ്ങ് പിഴുതെടുത്ത് മാറ്റി സ്ഥാപിച്ചു. സ്ത്രീകൾ പിഴുതെടുക്കുന്ന കൊടിമരവും അതിനെ തടയുന്ന CPM വാർഡ് കൗൺസിലറുടെ ദൃശ്യവും ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ആലപ്പുഴയിൽ നിന്നുള്ള കാഴ്ചയിലേക്ക്. മര്യാദയുടെ പേരിൽ പറഞ്ഞു നമ്മൾ നേരത്തെ കണ്ടത് നവമാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ഏറെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ്. അതായത് ചേർത്തലയിൽ ഒരുപറ്റം സ്ത്രീകൾ ചേർന്ന് CPMന്റെ ഒരു കൊടിമരം നീക്കം ചെയ്യുന്നതാണ് ദൃശ്യം. ആ കൊടിമരത്തിൽ കട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ വാർഡിലെ കൌൺസിലർ കൂടിയാണ്. എന്താണ് ആ സ്ത്രീകൾ കൊടിമരം നീക്കം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്? അവരുടെ ദുരവസ്ഥ എന്തായിരുന്നു? അന്ന് ആ സംഭവത്തിൽ ഉൾപ്പെട്ട ആളായ അഞ്ജലി നമ്മളോട് പറയുവാണ്. അഞ്ജലി, ഈ കുറച്ച് നാളുകളായി നടക്കുന്നൊരു പ്രശ്നമാണല്ലേ? നിങ്ങളുടെ വീടിന്റെ പുരയിടത്തിന്റെ മുൻഭാഗത്ത് വഴിയോട് ചേർന്ന് ഒരു കൊടിമരം അല്ലെ? എന്തായിരുന്നു ആ സാഹചര്യം? അവരവിടെ കൊണ്ടുവന്ന് കൊടിമരം സ്ഥാപിച്ചതാണ്. രക്തസാക്ഷി വാരാചരണത്തോടനുബന്ധിച്ചാണ് അവര് കൊടിമരം ഇടുന്നത്. പുന്നപ്രവയലാറിന്റെ. അതെ. അത് കഴിഞ്ഞ് നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. നമ്മളുടേതായ വീട് പണിയുടെ ആവശ്യം വന്നപ്പോഴത്തേക്ക് അത് സൈഡിലോട്ട് മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതായത് നിങ്ങളുടെ ഗേറ്റ് ഇറങ്ങുമ്പോൾ നേരെ മിഡിലായിട്ടാണ് അല്ലേ കൊടിമരം? നമുക്ക് വീട്ടിലോട്ട് ഒന്നും കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. വീട് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് അല്ലേ? ആ കോമ്പൗണ്ടിൽ ആരംഭിക്കുന്നതിന് മുമ്പാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് മാറ്റിത്തരണം, നാളെ സാധനങ്ങൾ വരും, കല്ലൊക്കെ വരും, മാറ്റി തരണമെന്ന് പറഞ്ഞപ്പോഴാണ് അതവര് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ആരാണ് പറഞ്ഞത്? അത് അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞു. അത് ഞാൻ കൗൺസിലറെ വിളിക്കുന്നത്. കൗൺസിലർ പറഞ്ഞു ഞാനല്ല ഇതില് ഇടപെട്ടിരിക്കുന്നത്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി അദ്ദേഹത്തിനെ വിളിക്കാൻ പറഞ്ഞ് പുള്ളിയെ വിളിച്ച്. ഈ കൗൺസിലറുടെ പേരെന്താണ്? CPM കൗൺസിലറാണ് അല്ലേ? അതെ, അദ്ദേഹത്തിന്റെ പേര് അനൂപ് ചാക്കോ എന്ന. ഏത് വാർഡാണ് നിങ്ങളുടെ? ഞങ്ങളുടെ 15ാം വാർഡ്. അതെ, ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ 15ാം വാർഡ് അനൂപ് ചാക്കോയാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ സ്ത്രീകൾക്കൊപ്പം ആ കൊടിമരത്തിൽ പിടിച്ചു നിൽക്കുന്ന ആളായി കാണുന്നത്. അതിനുശേഷം ഈ കൊടിമരം മാറ്റാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ വിവിധ പാർട്ടി ഘടകങ്ങളെ സമീപിച്ചു അല്ലെ പരാതിയുമായി? അതെ, ഞങ്ങൾ CPMകാരെ തന്നെ ആദ്യം സമീപിച്ചത്. LC സെക്രട്ടറിനെ പോയി കണ്ടു, ഏരിയയിൽ പോയി കണ്ടു, നാസർ സാറിനെ പോയി കണ്ടു. അവരൊക്കെ പറയുന്നത് പിന്നെ അത് ഒരു വാശിപ്പുറത്തുള്ള ഒരു കാര്യമാണെന്നാ പറയുന്നത്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി, അവിടെ പരിഹാരം കണ്ടില്ല. പിന്നെയാണ് മാമൻ ഇങ്ങനെ ആത്മഹത്യാ ഭീഷണി എന്നുള്ള ആ ഒരു ഇത് വന്നത് മാധ്യമങ്ങളിൽ വന്നായിരുന്നല്ലോ. അതാണ്, അത് ഒരു ഘട്ടത്തിൽ ഇവരെ എല്ലാ പാർട്ടി ഘടകങ്ങളിലും പോയി CPM ജില്ലാ സെക്രട്ടറി അടക്കം കണ്ട് പരാതി നൽകി. പക്ഷേ അത് ഒരിക്കലും ആ വിഷയം പരിഹരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്തത്. അതോടെ ഒരു ഘട്ടമായപ്പോൾ അഞ്ജലിയുടെ മാമൻ തന്നെ അവിടെ കയറി ആ കൊടിമരത്തിൽ കയർ കെട്ടി താൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിൽ പ്രതിഷേധമുയർത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അഞ്ജലിയും കുടുംബവും ചേർത്തല പോലീസിനെ സമീപിച്ചു. പോലീസിനെ സമീപിച്ചിട്ടും എന്തെങ്കിലും മാറ്റമുണ്ടായിരുന്നു? സമീപിച്ചിട്ടും അദ്ദേഹം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും അന്നത് സാധിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് മീഡിയയിലൊക്കെ വന്നതിന് ശേഷം അന്നേരം അവര് പറഞ്ഞ് അവരെ അപമാനിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ശ്രമിക്കുന്നത്, ഞങ്ങളത് മാറ്റാനായിട്ട് ഇരുന്നതാണ്, ഇലക്ഷൻ കഴിയുമ്പോൾ ഞങ്ങളത് മാറ്റുമെന്ന് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞ് പിന്നീട് നിങ്ങൾ പാർട്ടിയെ സമീപിച്ചപ്പോ എന്തായിരുന്നു? അദ്ദേഹം സമീപിച്ചിട്ടില്ല, ഞങ്ങൾ പിന്നെ പാർട്ടിയെ സമീപിച്ചിട്ടില്ല. കൊടിമരം അവർ നീക്കം ചെയ്യാനും പോയിട്ടില്ല. ഇല്ല, ഞങ്ങൾ BJPക്കാരുമായിട്ട് ഇടപെടുക ചെയ്തത്. BJPക്കാരുമായിട്ട് കാര്യം ഞങ്ങൾ ഇത്രയും നാളും അവരുടെ പുറകെ നടന്നിട്ട് 8 മാസമായിട്ട് നടന്നിട്ടും ചെയ്യാത്ത കാര്യം ഇനി ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കായിപ്പോയി. നമ്മൾ അവരെ വിശ്വസിച്ച് നടന്നിട്ട് പറ്റിയില്ല. പിന്നെ അടുത്ത ആളുകളെ അപ്പോഴത്തേക്കും ഈ വീടിനകത്തേക്കുള്ള നിർമ്മാണ സാമഗ്രികൾ ഒന്നും കയറ്റാൻ കഴിഞ്ഞിരുന്നില്ല. നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു ടോറസ് കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ മാത്രമേ അവിടെ കെട്ടിയിട്ടുള്ളൂ. പിന്നെ ഒന്നും കല്ല് കൊണ്ടുപോകാൻ പറ്റാത്ത കൊണ്ട് സൈഡിൽ തന്നെ ഉപേക്ഷിച്ച് മാറ്റിയിട്ട്. എത്ര നാളത്തോളം നിങ്ങളുടെ വീട് നിർമ്മാണം മുടങ്ങി? ഒരു
7 മാസത്തോളം അങ്ങനെ കിടന്നു അല്ലേ? അതെ. അതാണ്. അതിനുശേഷം പിന്നീട് ഇവര് കുറച്ച് സ്ത്രീകൾ ചേർന്ന്, അതായത് അഞ്ജലിയും അഞ്ജലിയുടെ ബന്ധുക്കളായ സ്ത്രീകളും ചേർന്നാണ് ഈ കൊടിമരം നീക്കം ചെയ്യാനായി ഉള്ള ശ്രമം നടത്തിയത്. അതാണ് നമ്മൾ ആദ്യം ദൃശ്യങ്ങൾ കണ്ടത് അല്ലെ? അങ്ങനെ ഒരു നിവർത്തികെട്ട സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിയത് എങ്ങനെയാ? ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവർ മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഇരുന്നത്. ഇലക്ഷൻ കഴിയുമ്പോൾ അവർ മാറ്റട്ടെ എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. പക്ഷെ മാറ്റിയില്ലെന്ന് വന്നപ്പോൾ നമ്മുടെ ആവശ്യമല്ലേ അത്, കൊടിമരം മാറ്റുക എന്നത് നമ്മുടെ ആവശ്യം. അപ്പം ഞങ്ങൾ തീരുമാനം എടുത്ത് അത് മാറ്റി ഒരു സൈഡിലോട്ട്, നശിപ്പിക്കാതെ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളത് ചെയ്യാനായിട്ട് മുതിർന്നത്. സ്ത്രീകൾ അത് പൊളിച്ചപ്പോൾ വലിയ പ്രതിഷേധമായിരുന്നു അല്ലെ കൗൺസിലറുടെ ഭാഗത്ത് നിന്ന്? അദ്ദേഹം അറിഞ്ഞത് കുറച്ച് താമസിച്ചാണ്. പുള്ളി അറിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വരികയും പൊളിക്കാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിൽ പുള്ളി ഓർത്ത് അത് നശിപ്പിച്ച് കളയാനെന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ വന്നത്. പക്ഷെ ഞങ്ങൾ പറയുന്നുണ്ട് നശിപ്പിക്കത്തല്ല, ഞങ്ങൾ ഒരു സൈഡിലോട്ട് അത് മാറ്റി വെച്ച് തരിക എന്ന് പറഞ്ഞു. ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആദ്യം ഒരു താൽക്കാലിക കൊടിമരമായി വാരാചരണത്തിന്റെ ഭാഗമായി ഇട്ടതാണ്. അതിനുശേഷം പിന്നീട് അതിന്റെ താഴെ ഭാഗം കോൺക്രീറ്റ് ചെയ്തു. കോൺക്രീറ്റ് ചെയ്ത് കുറച്ചുകൂടി വഴി അടക്കത്തക്ക രീതിയിൽ അത് നീട്ടി കോൺക്രീറ്റ് ചെയ്ത് അത്രയും ബുദ്ധിമുട്ട് ഈ കുടുംബത്തിനുണ്ടാക്കി. 7 മാസത്തോളമാണ് ഇവരുടെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കേണ്ടതായി വന്നത്. അവസാനമാണ് ഗതികെട്ട് ഈ സ്ത്രീകൾ ചേർന്ന് ഈ കൊടിമരം ആ കല്ലുൾപ്പെടെ ഇളക്കി മാറ്റിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ആ ഭാഗത്ത് തന്നെ, ആ റോഡിനോട് ചേർന്ന് തന്നെ ഒരു ഭാഗത്തേക്ക് ഓരം ചേർന്ന് ഇവർ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ ഇനി കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ അത് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാൻ വരെ ഇവർ തയ്യാറുമാണ്. ഇന്ന് ചെയ്യാന്നാ പറഞ്ഞത്. ചേർത്തല ഞങ്ങളിത് പൊട്ടിച്ച് അത് പോലീസുകാർ ഇടപെട്ട് ഒരു വാശിയുണ്ട് അല്ലെ ഇതിനകത്ത്? കാരണം ആ കൊടിമരം വേണമെങ്കിൽ ഇങ്ങോട്ട് നിങ്ങൾക്ക് കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വാഹനം കയറത്തക്ക രീതിയിൽ ഒതുക്കി നിർമ്മിക്കാമായിരുന്നു. ആ വാശിയിലേക്ക് പോയ കാര്യം എന്താണ്? വാശിയിലോട്ട് പോയത് മാറ്റത്തില്ല എന്ന് എല്ലാവരോടും പബ്ലിക്കായിട്ട് പറഞ്ഞു പോയി. കൗൺസിലർ പറഞ്ഞു അല്ലെ? മാറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ വന്നായിരുന്നു. പിന്നെ മാറ്റുവാണെങ്കിൽ അതൊരു ഷെയിമായി അതായിരിക്കും. ഞങ്ങൾക്ക് പക്ഷെ ഒരു ഷെയിമുമില്ല. ഞങ്ങൾക്കൊന്ന് മാറ്റി ഒരു സൈഡിലോട്ടാക്കി ഞങ്ങളുടെ വീട് പണി നടക്കണം, അത്രേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ആവശ്യം. അത് മാത്രമല്ല, ഈ അഞ്ജലിയുടെ കോമ്പൗണ്ടോട് ചേർന്ന് തന്നെ വലതുവശത്തായിട്ട് ഒരു വഴി ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് ഈ കൗൺസിലർ ഈ വഴിയുമായി ബന്ധപ്പെട്ട് ഇവരെ സമീപിച്ചിരുന്നു. അപ്പൊ ഇവരെ ഒരു എത്ര സെന്റ് സ്ഥലമാണ് കൊടുത്തത്? ഞങ്ങൾ 1.10 1.10 സെന്റോളം ഇവര് അവിടെ സ്ഥലം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവര് കൗൺസിലറോട് പറഞ്ഞത് ഞങ്ങൾ അത്രയും സ്ഥലം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ആളുകളോടും കുറച്ച് സ്ഥലം വാങ്ങുകയാണെങ്കിൽ ആ വഴി മുന്നോട്ട് പോകും. ഇവർക്കുള്ള വഴിയല്ല, എന്നിട്ടും ഇവർ അത്രയും വഴി കൊടുത്തിരുന്നു. എതിർവശത്ത് താമസിക്കുന്ന ആളുകളോട് കൂടി ചേർന്ന വഴി ഒരുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞു. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ എന്നാണ് അഞ്ജലി പറയുന്നത്. അതിനുശേഷമാണ് കൊടിമരം പ്രത്യക്ഷപ്പെടുന്നതും മറ്റു കാര്യങ്ങൾ ഉണ്ടാവുകയും ഇത്തരം ഒരു വാശിയിലേക്കും പിടിവാശിയിലേക്കും പോവുകയും ചെയ്തത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഒരു വാർഡ് കൌൺസിലർ എന്ന രീതിയിൽ അദ്ദേഹം ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ഒരാളുടെ ഭാഗത്താണ് ഇത്തരം ഒരു നാടകീയമായ സംഭവങ്ങളിലേക്ക് വരെ എത്തിക്കത്തക്ക രീതിയിൽ ഉള്ള അപഹാസ്യമായ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. എന്തായാലും നവമാധ്യമങ്ങളിലടക്കം ഈ ഇത്തരത്തിലൊരു കൊടി കുറെ സ്ത്രീകൾ ചേർന്ന് ഗതികെട്ട് നീക്കം ചെയ്യേണ്ടി വന്ന ആ ദൃശ്യം ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേർത്തലയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. പ്രിയപ്പെട്ട സഹാക്കൾ, എന്താണല്ലോ ഈ വഴിയിലൊക്കെ ഇങ്ങനെ കൊടിമരം സ്ഥാപിച്ച് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണമായിരുന്നു. ഇപ്പൊ സമൂഹ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഇത്ര സജീവമായിട്ടുള്ള കാലഘട്ടമല്ലേ, അപ്പോൾ ഇത്തരം ദൃശ്യങ്ങളൊക്കെ പ്രചരിക്കുമെന്നുള്ള ആലോചനയെങ്കിലും വേണ്ടേ? എന്താണെങ്കിലും കോഫി സ്റ്റോറി ഇതാണ് എന്നൊരു യൂട്യൂബ് അക്കൗണ്ടിൽ നിന്ന് കമന്റ്, ഇതാണ് സ്ത്രീ ശക്തി, ഇതാവണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നു. അണ പൊട്ടിയാൽ ചേരയും കടിക്കും, ഇനി മുതൽ ഓരോ ജനവും ഇതുപോലെയാകുമെന്നൊക്കെ കോഫി സ്റ്റോറി എന്നുള്ളൊരു കമന്റ് വരുന്നു. പക്ഷെ അതിനൊപ്പം തന്നെ ഞാൻ ആദ്യം ഒരു പ്രഭാഷണം പറഞ്ഞില്ല, എല്ലാ ദിവസവും നമസ്കാരം പറയുന്നത്. ഇതുപോലെ മറ്റൊരു കക്ഷിയുണ്ട്, ഒരു തോമസ് മാത്യു, എല്ലാ ദിവസവും വന്ന് ചീത്ത പറയുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം എന്നറിയില്ല. ഇപ്പൊ ഈ സ്റ്റോറി കണ്ടിട്ടാണോ എന്നറിയില്ല. എന്താണെങ്കിലും ഇതിലും നല്ലതാ മറ്റേ പണി എന്നൊക്കെ പറയുന്നു തോമസ് മാത്യു. ആ പണി അറിയില്ല, അപ്പൊ നമുക്ക് നോക്കാം. മറ്റു